ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് നമ്മുടെ തമിഴ്നാട് കർണാടക ബോർഡറിലുള്ള കൃഷ്ണഗിരിയിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറി ഉള്ള ലൊക്കേഷനിലാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ മഹേന്ദ്രയുടെ അൾട്രാ ഫാസ്റ്റ് ചാർജറിൽ നിന്ന് വണ്ടിയൊക്കെ ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഏലഗിരി എന്ന് പറയുന്നൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് ഇവിടുത്തെ തമിഴ്നാട് കർണാടക ബോർഡർ ആട്ടോ. ഹൊസൂരൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ സംതിങ് ഒക്കെ ഉള്ളൂ. അപ്പം ഓൾമോസ്റ്റ് ഒരു കന്നഡ ആ ഒരു ടച്ചൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഇന്നലെ രാത്രിയിൽ ഈ ഒരു സ്ഥലത്താണ് കിടന്നുറങ്ങിയത്. ഇത് കണ്ടോ, നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മൾ ഉറങ്ങിയ ഭാഗത്ത് ഇവിടെ ഫുള്ള് തെങ്ങും തോപ്പാണ് കേട്ടോ. ഇവിടെ കണ്ടോ, അടിപൊളി നല്ല രസമുണ്ട് ഈ തെങ്ങും തോപ്പ് കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പാണ്, ഫുൾ മഞ്ഞാണ്. ആ സൈഡിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുവാണ് കേട്ടോ. കിടിലം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്. ഈ തറ നമ്മൾ ഇവിടെ ഇത്ര ഭാഗം നല്ല രീതിക്ക് വൃത്തിയാക്കി മണ്ണ് പൊക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടോട്ടൊക്കെ ഫുള്ള് തെങ്ങും തോപ്പാണ്. ഇതിന് അപ്പർ സൈഡിലൊരു ലോറി താവളമാണ് കേട്ടോ. അവിടെ ഒരു ലോറി ബുക്കിംഗ് ഓഫീസോ സ്റ്റാൻഡോ എന്താണ്, അവിടെ ഇഷ്ടംപോലെ ലോറികൾ കിടപ്പുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ രാത്രിയിൽ അവിടെ ഒരു പാചകം ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങും തോപ്പിൽ ഇവർ തടം എടുക്കുന്ന പരിപാടിയൊന്നുമില്ല, ഫുൾ നിരപ്പായ പ്രദേശം തന്നെ കേട്ടോ. ഇവിടെ നമ്മൾ സാധാരണ തടമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ തെങ്ങും തോപ്പോ അല്ലെങ്കിൽ നമ്മുടെ തോട്ടമൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഇപ്പോൾ ഒരു സ്ഥലം പോലും കാണാനില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്തായാലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ. ഇപ്പോഴും പല ഭാഗത്തും ചിലപ്പോൾ കാണും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ വണ്ടി ഞാൻ തിരിച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ക്യാമ്പിങ്ങിനൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വണ്ടി അകത്തോട്ട് ഫേസ് ചെയ്തിട്ടില്ല, എപ്പോഴും വണ്ടി റോഡ് ഫേസ് ചെയ്തേ ഇടാവൂ. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് എസ്കേപ്പ് ആവണം, അല്ലെ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും റിവേഴ്സ് കയറ്റിയിടല്ലേ. എവിടെ കയറ്റിയിട്ടാലും ഇതല്ലേ ഫ്രണ്ട് റോഡിനോട് ഫേസ് ചെയ്തേ കയറ്റിയിടാം കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ ഒരു സർവീസ് റോഡും അതിനപ്പുറത്ത് നാഷണൽ ഹൈവേ ആണ്. ഫുള്ള് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി പൊക്കോണ്ടിരിക്കുന്ന ഇടം കേട്ടോ. അതായത് കണ്ടോ, സൂര്യൻ തരും, അടിപൊളി നല്ല വ്യൂ കേട്ടോ രാവിലെ. അപ്പോൾ നമുക്ക് രാവിലെ ചെറുക്കനെ ഒന്ന് ഇറക്കി നടത്തിച്ചിട്ടേ ഒത്തിരി ശല്യം നോക്കണേ. എയർഫോൺ ഭയങ്കര സൗണ്ട് കേട്ടോ. നമ്മൾ ചെറുക്കൻ രാവിലെ അവനിക്കാറ് എണ്ണിക്കാനുള്ള പ്രായം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അവൻ ഇനിയും കിടന്നുറങ്ങാനാണ് ചാൻസ്. നമ്മുടെ പുതപ്പൊക്കെ അയ്യോ തുമ്മു ഭയങ്കര മഞ്ഞ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്ലാങ്കറ്റാണ്. ഫാൻ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ ചുറ്റിയിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കർണാടക കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ. ആഹാ കഴിച്ചു, ഇതങ്ങനെ ഉണ്ട് നിക്കോ. അപ്പം നമ്മുടെ രാവിലെ ഇവിടെ ഒരാൾ തണുപ്പ് കാരണം എഴുന്നേറ്റ് ത്രികോണ രൂപത്തിൽ ഇരിക്കുക കേട്ടോ. നിക്കോ തണുക്കുന്നത് കേട്ടോ. നിനക്ക് തണുപ്പല്ലേ ഇവിടെ ഇഷ്ടം ഫുൾ ടൈം? നീ തണുപ്പെന്നല്ലേ വന്നേ? പിന്നെ എന്ത് പ്രശ്നം? എന്ത് രാവിലെ ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മണമൊക്കെ പിടിക്കുക. എന്താ മണം പിടിക്കുന്നത്? ആരെങ്കിലും വരുന്നാ? ആരെങ്കിലും വരുന്നാ? ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ വേസ്റ്റാണ്. വേസ്റ്റ് എന്തായിരുന്നില്ല, പ്ലാസ്റ്റിക്, തൈരിൻ്റെ കവറെല്ലാം. അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കളയാതെ കെട്ടി സേഫായിട്ട് നമ്മുടെ ഇതിൽ തന്നെ വെച്ചേക്കുക. ഒരു കാരണവശാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും വലിച്ചെറിയില്ല കേട്ടോ ക്യാമ്പിങ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോഴേ നമ്മുടെ യാത്ര രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് കുറച്ച് ടൈം നമുക്ക് പോയി. നമ്മളിപ്പോൾ AC നമുക്ക് ഇടയ്ക്ക് എന്തോ ഒരു പണി കിട്ടി കേട്ടോ. നമ്മൾ എന്തിനേലും കുറിച്ച് നല്ലത് പറഞ്ഞാൽ അങ്ങനെ ആണല്ലോ. അങ്ങനെ ഉണ്ട് കേട്ടോ. ചില സമയം നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും. എന്തോ ഹീറ്റർ ചിലപ്പോൾ നമ്മൾ അത്രയും ഹീറ്റ് ആയതുകൊണ്ടായിരിക്കും കുറച്ച് നേരത്തേക്ക് ഫാൻ ഇപ്പോൾ വർക്ക് ആവുന്നില്ല. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വർക്കാവും കേട്ടോ. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇതിനു മുന്നേ നമുക്കങ്ങനെ ഹീറ്റ് ആകുമ്പോൾ ഈ സംഭവം കുറച്ച് നേരത്തേക്ക് തന്നെ കട്ട് ഓഫ് ആവും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ വർക്കാവും കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് 35 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ തിരിക്കാം കേട്ടോ. 35 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ ഏലഗിരിയിലോട്ട്. രാവിലെ നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് പൊങ്കൽ ദിവസമാണ് കേട്ടോ ഇവിടെ. അപ്പം പൊങ്കലായതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും ടൗണിലൊക്കെ. ഇവർ ഒരു സൈസ് അരിയും സാധനങ്ങളും, അതേപോലെ ഇവരുടെ കളർ പൊടിയൊക്കെ ഉണ്ട് കുറേ.
അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾക്കായിട്ട് ഒരു മാർക്കറ്റിൽ ഇറങ്ങും. നമ്മുടെ ഓണം പോലാണ് ഇവിടെ പൊങ്കൽ. ഇതാ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം അണ്ടർഗ്രൗണ്ടിൽ. ഇതൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. രാവിലെ ആൾക്കാർ ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് വീണ്ടും തിരിച്ച് നമ്മുടെ ബൈപ്പാസിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. ഹൈവേയിൽ അല്ല, ബൈപ്പാസ് അല്ല, ഹൈവേയിലോട്ട് ഇവിടുന്ന് വലത്തോട്ട്. അതാണ് കേട്ടോ, ടൗണാണ്. രാവിലെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇവർക്ക് തണുപ്പും കാര്യങ്ങളൊന്നും വിഷയമല്ല. ഇവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ ഏർലി മോർണിംഗ് കേട്ടോ. ഇവർ വളരെ രാവിലെ ഇവരുടെ ഡേയും ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് എനിക്കിവിടെ തമിഴ്നാട്ടിൽ മനസ്സിലായ ഒരു കാര്യം. അപ്പം നമ്മളെപ്പോലല്ല കേട്ടോ, ഇവിടെ നമ്മുടെ നാട്ടിൽ എത്രയും വെളുപ്പിനൊന്നും ആരും ലൈഫ് സ്റ്റാർട്ട് ചെയ്തില്ല. ഇവിടെ കണ്ടോ, കളർ പൊടി വെച്ചിട്ട് അവരിതാ നമ്മൾ പൂക്കളം ഇടുന്ന പോലെ ഇതിടുന്നുണ്ടോ, ഇതുണ്ടോ, കടയുടെ ഫ്രണ്ടിലേക്ക് ഇടുന്നുണ്ടോ. ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ ഓരോരുത്തർ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൊങ്കലായതുകൊണ്ട് പൊങ്കൽ സെലിബ്രേഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോരോ പരിപാടികളാണ്. നമ്മൾ ഇതുവരെയും പൊങ്കൽ അങ്ങനെ തമിഴ്നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുമില്ല. നമുക്ക് പൊങ്കലിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല കേട്ടോ. ചെറുക്ക എന്ത് ഇവിടെ ഒരാൾ രാവിലെ കാര്യമായിട്ടിരുന്ന് നിരീക്ഷിക്കുക കേട്ടോ സ്ഥലങ്ങളൊക്കെ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട നിറയെ കരിമ്പാടാണ്. ഒരു ചെറിയൊരു പ്ലോട്ടാണ്. പ്ലോട്ട് ഫുൾ കരിമ്പ് സെറ്റ് ചെയ്തേക്കുക. നമ്മളിവിടുന്ന് 30 കിലോമീറ്റർ ആട്ടോ. നമ്മളിതങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏലഗിരി. അപ്പോൾ ഏലഗിരി എത്തിയിട്ട് വേണം നമ്മുടെ അടുത്ത പ്ലാനും കാര്യങ്ങളൊക്കെ. വേറെ പ്ലാനും കാര്യങ്ങളും നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. ആദ്യം നമ്മുടെ ചാർജിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയല്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ 7.4 കിലോവാട്ടോ 3.3 കിലോവാട്ട് എ സി എന്ന് വെച്ചാൽ സാധാ നോർമൽ പ്ലഗിൽ നമുക്ക് ചാർജ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫോർ നമ്മുടെ ബാറ്ററി, ഏത് കാറിൻ്റെ ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററിയുടെ അൾട്ടിമേറ്റ് ചൂസ് എന്ന് പറയുന്നത് എ സി ആണ് കേട്ടോ. നമുക്ക് DC ഫാസ്റ്റ് ചാർജിങ് വളരെ ഇതുപോലെ ലോങ് ട്രിപ്പ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമുക്ക് എ സിയിൽ ചെയ്യുന്നതാണ് നല്ലത്. നമുക്കൊരു ടോളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫാസ്റ്റാഗ് ഇതാ നമ്മൾ കയ്യിലാണ് വെച്ചേക്കുന്നത്, വണ്ടിയിൽ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് നിങ്ങൾ ലോങ് റൂട്ട് ഹൈവേ പോകുന്നവർക്ക് നിങ്ങൾക്ക് ഫാസ്റ്റാഗിൽ നിങ്ങൾക്ക് ഓരോ തവണ നിങ്ങൾ 200-150 കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫാസ്റ്റാഗിലും എല്ലാ ടോളിലും നിങ്ങൾക്ക് ഒരു 30 രൂപ അത്രയും ചാർജ് ചെയ്ത് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാജ്മാർഗ് യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3000 രൂപ കൊടുത്തതിന് ഒരു പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. 3000-2000 സംതിങ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 200 ടോൾ വരെ ഒരേ റേറ്റിൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. സേലം, തിരുപ്പത്തൂർ, ഉത്താങ്കിരി അങ്ങനെ 3-4 ബോർഡ് കൊടുത്തിട്ടുണ്ട്. സേലമൊക്കെ 135 കിലോമീറ്ററാണ് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഒരു 21 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്ഥലത്തോട്ട്. അപ്പോൾ ഇത് വേറെ റൂട്ടിലോട്ട് നമ്മൾ ബൈപ്പാസിൽ നിന്ന് അല്ല, ഹൈവേ നമ്മൾ തിരിഞ്ഞ് വേറെ റോഡിലോട്ട് കയറി. അപ്പോൾ നമുക്കിവിടെ ഫുഡ് കഴിക്കാൻ ഇടം കിട്ടി കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പം ആദ്യം കിട്ടുന്ന ഇടത്തുനിന്ന് ഫുഡ് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം നമ്മൾ പട്ടിണി നടന്ന് നമ്മൾ ഉപ്പാട് വരും. കാരണം പിന്നെ കഴിക്കാൻ നമുക്ക് ഒരിടവും കിട്ടത്തില്ല കേട്ടോ. വിജനമായ ഏറിയ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ട് മുന്നോട്ട് പോകാം. വേറെ തന്നെ പൂരി ഇരിക്കാ, பூரி இருக்கு, ஆனால் கிழங்கு சாம்பார் சட்னி இல்லை. ഓ ഓക്കെ. ഗൈസ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞ രീതി എങ്ങനെയുണ്ട്? തമിഴ്നാട്ടിൽ അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഏർലി മോർണിംഗിലാണ്. രാവിലെ ഏർലി മോർണിംഗ് വെച്ചാൽ അവരൊരു 3-4 മണിയാകുമ്പോഴേ എഴുന്നേക്കും. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോൾ സമയം ഏകദേശം എന്താ 10 മണി ആവുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലായിടത്തും കാലിയായി. അടിപൊളി കേട്ടോ, നല്ല സീൻ വ്യൂ. എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നത്, ഏലഗിരി ഹിൽസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ചെറുതായിട്ട് അവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. മിസ്റ്റ് അടിച്ച് കിടക്കുകയാണ്. ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. കൃഷിയൊന്നും അല്ല, പക്ഷെ നല്ല പാടമാണ്. തെങ്ങും തോപ്പൊക്കെയാണ് കേട്ടോ. തെങ്ങൊക്കെ ഇഷ്ടംപോലെ തെങ്ങും തോപ്പുണ്ട്. കുറേ പുല്ലൊക്കെ വളർന്ന് ഇപ്പോൾ ഉണ്ട് പശുക്കൾക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ടുള്ള. ഇതാ നമ്മുടെ ബാക്കിൽ ഫുള്ള് ഒരു മതിൽ കെട്ടിയ പോലെ ഫുൾ മലനിരകളാണ് കേട്ടോ. ഏലഗിരി ഹിൽസാണ്. ഈ തോന്നുന്നു കുറേ റൈഡേഴ്സൊക്കെ വരുന്നുണ്ട് ഇവിടെ ഓൾറെഡി. നമ്മൾ അടുക്കും തോറും എന്താ മലയുടെ വലിപ്പം കൂടി വരും കേട്ടോ. ഉയരം ഇങ്ങനെ കൂടി വരുന്നാലോ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ റോഡ് എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. തമിഴ്നാട്ടിലെ റോഡ് ഇതാ ബോട്ട് ഹൗസ് ഏലഗിരി എന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് നമ്മൾ ഹൈ റേഞ്ചിലോട്ട് പോയാലും എവിടെ പോയാലും എന്താ റോഡ് ഒരു രക്ഷയില്ലാത്ത നല്ല സൂപ്പർ റോഡ് കേട്ടോ. നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടേക്കുന്ന നല്ല വൃത്തിയുള്ള റോഡ്. നമ്മുടെ ഇത് കണ്ടോ, നമുക്ക് പോകാനുള്ള റൂട്ട് കണ്ടോ, മേലോട്ട് കിടക്കുന്ന ഹെയർ പിന്ന് 14 ഹെയർ പിൻ ഉണ്ട്. 14 ഹെയർ പിൻ ബെൻഡ് സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. ഫോറസ്റ്റ് ആണ് കേട്ടോ. സീൻ ദാ റോഡിൻ്റെ വീതിയൊക്കെ മാറി. ഇതിപ്പോൾ 1 ലൈനായി, നേരത്തെ ഡബിൾ ലൈൻ ആയിരുന്നു. ഇനി നമുക്കൊരു 11 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ നേരെ ചാർജിങ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഈ റൂട്ട്
ആദ്യം നമ്മൾ അവിടെയാണ് സ്റ്റോപ്പ്. തിരിച്ചിത് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല റീജനൊക്കെ കിട്ടും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. എന്താ ഇപ്പം നമ്മുടെ വണ്ടിയിൽ ഏകദേശം നോക്കട്ടെ 39% ബാറ്ററി ഉണ്ട് കേട്ടോ. 93 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. ഇതാ നമ്മളെ ഫസ്റ്റ് ഹെയർ പിൻ അങ്ങനെ നമ്മൾ അടിക്കാൻ പോവാണ്. ഫസ്റ്റ് ഹെയർ പിൻ നമ്മളെന്തായാലും സ്റ്റഡി ആയിട്ട് തന്നെ ഒരേ ഒരു സ്പീഡിൽ തന്നെ കേട്ടോ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിലൊക്കെ വണ്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ പെട്രോൾ വണ്ടികളായതുകൊണ്ട് അവർ നല്ല ചവിട്ടി കാല് കൊടുത്തൊക്കെ കയറും. പക്ഷെ നമ്മുടെ റേഞ്ചിൽ തന്നെയാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാണ്ടോ ഫുള്ള് വെള്ള പെയിൻറ്റ് അടിച്ചിട്ടേക്കുന്നുണ്ടോ. അതാ ഫ്രണ്ടിലൊക്കെ ഉണ്ടോ ഫുള്ള് ഈ സൈഡിലെല്ലാം വെള്ള പെയിൻറ്റ്, ഫുൾ പാറയാണ് കേട്ടോ. മേളിൽ നിന്ന് ഉരുണ്ട് വന്ന് വീഴുന്ന പാറകളും ഉണ്ട്. റോക്ക് സ്ലൈഡിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നല്ല കാര്യം കേട്ടോ, അവിടെ ഫുള്ള് വെള്ളം അടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് വണ്ടി രാത്രിയിലൊക്കെ നമ്മൾ സൈഡ് കൊടുക്കുമ്പോഴൊക്കെ വന്ന് ടയറും വണ്ടിയുടെ ബോഡിയൊന്നും ചെന്ന് അതിൽ ഇടിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ചേർക്കുമ്പോൾ അപ്പോൾ പുല്ലൊക്കെ കളിച്ചിരിക്കുകയാണെങ്കിൽ ഈ പാറ കാണത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബോഡി ഒന്ന് അതിൽ ഇടിച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതാ എല്ലായിടത്തും ഇതല്ല വെള്ളം അടിച്ചിട്ടേ. ഞാൻ ഇത് ആദ്യമായിട്ടോ കാണുന്നത്. നമ്മളിപ്പോൾ ഏകദേശം 9 ഹെയർ പിൻ കയറി. ഇനി ഒരു 5 എണ്ണങ്ങളുണ്ട് കേട്ടോ. 14 എണ്ണം ടോട്ടൽ. ഇപ്പം നമ്മുടെ 32% കേട്ടോ ബാറ്ററി. അതുപോലെ 80% അല്ല 80 കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോഴത്തെ സമയം ഇപ്പോൾ 7 മണിയായിട്ടോ. അപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ നമ്മുടെ വലത്തെ സൈഡിൽ ഓപ്പോസിറ്റ് ഒരു ചർച്ചാണ് കേട്ടോ, ഒരു CSA ചർച്ചാണ്. എമറാൾഡ് ഡോവ് എന്ന് പറയുന്ന ഈ ഒരു ട്രീ ബോർഡ് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഫസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ. ഇതിനകത്താണ് ഇവിടെ 2 സ്ക്വയറിൽ ഹോൾ ഇട്ടേക്കുന്നുണ്ടോ. അപ്പോൾ ഇതിനെക്കൂടാണ് നമുക്ക് ചാർജർ എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്, PA റിസോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മറ്റൊരു ചാർജിങ് സ്റ്റേഷൻ. ഇത് 2 AC സ്ലോ ചാർജറാണ് കേട്ടോ. അതുകൊണ്ട് ആ ഓട്ടോ എടുക്കുന്നുണ്ടോ, അവിടെ ഉണ്ട് 2 എണ്ണം. അപ്പോൾ എന്താ ഇതാണ് നമ്മൾ കറക്റ്റ് അവിടെ നിന്ന് കയറി വരുമ്പോഴുള്ള ടോപ്പ് സ്റ്റേഷൻ. ഇവിടെയാണ് ചെക്ക് പോയിൻ്റൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യമേ നമ്മൾ കാണുന്നതന്നെ ഇവിടെ ഈ ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി പോയി കുത്തിയിടാം. ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കും കേട്ടോ, എന്തോ ക്യാമ്പ് ഫയർ എന്തോ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ നമ്മൾ വണ്ടി AC ചാർജറിൽ നമ്മൾ കുത്തിയിട്ടേക്കും കേട്ടോ. 7.4 കിലോവാട്ടിൻ്റെ. ഇനി 2 മണിക്കൂറും കൂടെ എടുക്കും ഫുൾ ചാർജ് ആവാൻ. ഇപ്പോൾ സമയം എന്താ രാത്രി 11:30 കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കുത്തിയിട്ടിട്ട് കിടന്ന് ഉറങ്ങുവാണ്. അതുപോലെ നമ്മൾ ഹീറ്റർ ഓണാക്കിയിട്ടൊക്കെ കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഇവിടെ, രക്ഷയില്ലാത്ത തണുപ്പ്. സീറ്റ് കയറി. അപ്പോൾ എന്താ ഒരു രക്ഷ കേട്ടോ. കാലൊക്കെ ഇതാ മരവിച്ച്, എൻ്റെ ദൈവമേ കാലില്ല മരവിച്ച് ഉളുക്കുമെന്ന് അറിയത്തില്ല. അതേപോലെ ആയി. ഇതാ നമ്മൾ ഹീറ്റർ ഇട്ടേക്കോ കേട്ടോ 29 ഡിഗ്രി. ഇവിടെ ഒരാളിതാ ആൾറെഡി കിടക്കാനുള്ള സെറ്റപ്പിലാണ്. ആൾറെഡി കിടന്ന് കേട്ടോ. ഇപ്പോൾ ഇതാ വീണ്ടും ബെഡ് വിരിച്ചപ്പോൾ വീണ്ടും എഴുന്നേറ്റതാണ്. അടിപൊളി കേട്ടോ. അപ്പോൾ ഏലഗിരി സത്യം പറഞ്ഞാൽ ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളവർക്ക് വരാൻ പറ്റിയ ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷൻ. ഇവിടെ വേറെ കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ ഈ 14 ഹെയർ പിൻ കയറി നമ്മൾ ഈ മലയുടെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒറ്റ വഴിയുള്ള നമുക്ക് തിരിച്ചിറങ്ങി പോകാനും. അത് കടിക്ക് നോക്കേ ഇഷ്ടമല്ലോ, കടിക്കുന്നുണ്ട് നമ്മളെ. അപ്പോൾ എന്താ നമ്മൾ രാത്രി ഉറങ്ങാനുള്ള സെറ്റപ്പാണ്. ഇനി എന്താണ് രാത്രി പരിപാടി? Day 2. അപ്പോൾ നമ്മൾ വണ്ടി എന്തായാലും 100% ചാർജ് ചെയ്തു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്ലോ ചാർജർ എവിടെയെങ്കിലും കിട്ടുമ്പോഴേ നമ്മൾ ഇതുപോലെ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും യാത്ര ഇരിക്കും. ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 37 കിലോമീറ്റർ നമ്മൾ താഴെ ഇറങ്ങണം എന്തായാലും. അപ്പം എന്താ ഈ 14 ഹെയർ പിൻ കഴിഞ്ഞ് നമ്മൾ താഴെ ഹൈവേ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ഡൗൺ ഹിൽ ഇറങ്ങണം കേട്ടോ. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് ഡൗൺ ഹിൽ ടെസ്റ്റാണ് നമ്മുടെ വണ്ടിയിൽ റീജിയനിൽ എത്ര ചാർജ് തിരിച്ചു കയറും എന്നുള്ളത്. ഇപ്പം റേഞ്ച് നോക്കണ്ട, റേഞ്ച് 113 കാണിക്കുന്നത്. നമ്മൾ വണ്ടി ഇത്രയും നേരം നിർത്തിയിട്ട് ഹീറ്ററൊക്കെ ഇട്ടത് കൊണ്ടാണ്. പക്ഷേ ഇതാ 92% കേട്ടോ നമ്മുടെ ബാറ്ററി. അപ്പോൾ നമ്മൾ ഈ മലയെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് താഴെ അടിവാരത്തെത്തുമ്പം നമുക്ക് ഈ രാവിലെ പോയ ഈ ചാർജ് തിരിച്ച് കിട്ടുമോ നോക്കാം കേട്ടോ. നമുക്ക് അങ്ങ് താഴെ എത്തിയിട്ട് സംസാരിക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ റീജൻ ഓഫ് ചെയ്തും റീജൻ ഓൺ ആക്കി ഇങ്ങനെ പാഡിൽ ഷിഫ്റ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം
നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കാനുള്ളൊരു അവസരം ഇല്ല കേട്ടോ. അപ്പോൾ അടിവാരത്തെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എത്ര ശതമാനം ചാർജ് തിരിച്ചു കയറിയെന്നാണ് ഏതാ 97% കേട്ടോ. റേഞ്ച് നോക്കണ്ട, റേഞ്ച് നമ്മളിനി ഓടുമ്പോഴേ കറക്റ്റ് ആകത്തുള്ളൂ. 11.6 കിലോമീറ്റർ എന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങിയത് അവിടുന്ന്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ 11.6 കിലോമീറ്റർ ഇറങ്ങി കേട്ടോ. ഏകദേശം ഒരു 4%. 92 93 ലാൻഡ്സ്കേപ്പ് മാറുന്നുണ്ടോ. നമ്മളിവിടെയൊക്കെ വെള്ളം കിട്ടുന്ന ഏറിയാണ് കേട്ടോ. ഇത് ഇഞ്ചിയാണ്, ഇഞ്ചിയോ മഞ്ഞളോ, സോറി ഏതോ ഒരു സാധനം കേട്ടോ, വിട്ടുപോയി. അപ്പോൾ നമ്മൾ വലത്തെ സൈഡിലൊക്കെ ഫുൾ കൃഷിയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഇതാ നമ്മുടെ കരിമ്പ്. അപ്പം ഇപ്പോൾ പൊങ്കലൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് സെലിബ്രേഷൻ ഏറ്റവും കൂടുതൽ വേണ്ട സാധനങ്ങൾ കരിമ്പും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇവർ കരിമ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു ഇഷ്ടം പോലെ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളം കിട്ടുന്ന ഏറിയ കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന നമ്മൾ നേരത്തെ പോയ നമ്മുടെ ഏലഗിരി ഹിൽസിൻ്റെ വേറെ സൈഡാണ് കേട്ടോ. ഇതിനപ്പുറ സൈഡാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മളിങ്ങനെ ചുറ്റി വേണം വരാൻ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ കൊണ്ടുള്ള നമ്മുടെ വാട്ടർഫാളിലോട്ട്. അപ്പോൾ ഇന്ന് അവിടെ തിരക്കുണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, റോഡ് സൈഡിൽ ഇതാ പൊങ്കലിൻ്റെ സെലിബ്രേഷനാണ് കേട്ടോ. എന്തോ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുവാണെന്ന് തോന്നുന്നു. ഫുഡൊക്കെ സെറ്റാക്കുവാണ്. പൊങ്കലും അതേപോലെ കുറേ ഐറ്റംസൊക്കെ സെറ്റാക്കുന്നുണ്ട്, പായസമൊക്കെ. അതേപോലെ ജല്ലിക്കെട്ട് കാളയുടെ ഒക്കെ എന്തൊക്കെയോ കുറേ സെലിബ്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെയൊക്കെ കുറേ കാളക്കുട്ടന്മാരെയൊക്കെ ഒരുക്കി നിർത്തിയേക്കുന്നുണ്ട്. അതുകൊണ്ടോ ഇതുണ്ടോ, അവർ ഓണം പോലെയാണ് കേട്ടോ. അവർ കണ്ടോ അവരുടെ വയലിൽ തന്നെ പാടത്ത് തന്നെ വെച്ച് കുക്ക് ചെയ്യുകയും എന്താണ്ട് കുറേ സംഭവങ്ങളൊക്കെ. അതേപോലെ കാളക്കുട്ടന്മാരെല്ലാം ഒരുക്കി നിർത്തിയേക്കുന്നുണ്ട്. ഇതുണ്ട് ഇവിടെയൊക്കെ വയലാണ്, ഓരോ തരത്തിലുള്ള കൃഷിയുണ്ട്. ഇവിടെ കണ്ടോ ഫുൾ ഇതാണ് കരിമ്പും തോട്ടം. നമ്മൾ ജലകമ്പാറ വാട്ടർഫാൾസിൽ പോയി നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. നല്ല ഫ്രഷായി. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ഒരു എനർജി ഫീൽ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വ്യൂ കണ്ടോ, നമ്മുടെ വലത്തെ സൈഡിൽ ഇവിടെ കുറേ പാടം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് തെങ്ങും തോപ്പ്. ഏറ്റവും കിടിലൻ വ്യൂ ഇവിടെ കേട്ടോ. ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഫുൾ ഏലഗിരി ഹിൽസാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലം കണ്ടോ. ഈ ഒരു ഭാഗമൊക്കെ കണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല വേറൊരു വ്യൂ കേട്ടോ. കിടക്കുന്ന നമ്മുടെ വണ്ടി അങ്ങടുത്ത് അടിപൊളി. നമ്മൾ അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങോട്ട് നടന്നു വന്നതാണ്. നമ്മൾ വെറുതെ ഒന്ന് വാക്കിന് വേണ്ടി ഇറങ്ങി കേട്ടോ. ഭയങ്കര ഒരു എനർജി, ഭയങ്കര പോസിറ്റീവ് ഫീല്. ഈ സ്ഥലം സത്യം പറഞ്ഞാൽ ടൈനി കോമ്പാക്ട് സ്പേസ് ആണ് കേട്ടോ ഈ പറയുന്ന ഒരു ഏരിയ. ഇവിടെ ഇപ്പോൾ പൊങ്കലായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഓണം പോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെ വീട്ടിലെല്ലാവരും കൂടെ കൂടിയിരുന്ന് കാര്യം പറച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ നിന്ന് കേൾക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഏലഗിരി ഹിൽസിൻ്റെ വീഡിയോയും വിശേഷങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സ്ഥലത്ത് വെച്ച് കാണാം. ബൈ.